തേജ്പൂരിലെ ആ രാത്രിക്ക് മരണത്തിൻ്റെ മണമായിരുന്നു. എസ് പിയുടെ ബംഗ്ലാവിൽ നിന്നും ഉയർന്ന അധീനമായ നിലവിളി പെട്ടെന്ന് നിശബ്ദമായി. സിവിൽ സർജൻ ടണർ തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നു. ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നിലത്ത് കണ്ടത് ഒരു നായയുടെ കടിച്ചു മുറിക്കപ്പെട്ട ചെവിയും അവിടെ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോരപ്പാടുമായിരുന്നു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു കടുവവേട്ടയുടെ കഥയാണ്. സിവിൽ സർജനായ ടണറിൻ്റെ കഥയാണ്. ഒരു നരഭോജിയായ കടുവയുടെ കഥയാണ്. ഇരട്ട നരഭോജികളുടെ കഥ, മന്ത്രവാദത്തിൻ്റെ കഥ, ദുർമന്ത്രവാദിയുടെ കഥ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇനി നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പിന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. തേജ്പൂരിലെ ആ രാത്രിക്ക് മരണത്തിൻ്റെ തണുപ്പായിരുന്നു. പർവ്വതനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കാറ്റ് ഇലകളെ ഉരസി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന മർമ്മരം അപ്പോൾ ഒരു വിലാപം പോലെയാണ് തോന്നിച്ചത്. സിവിൽ സർജൻ എന്ന നിലയിൽ എൻ്റെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നിൻ ചെരുവിലെ ഒറ്റപ്പെട്ട ഒരിടത്താണ്. അതിൻ്റെ താഴെക്കൂടെ ബ്രഹ്മപുത്ര നദി അതിശക്തമായി ഒഴുകുന്നു. നദിയുടെ കരയിലാണ് ആ വലിയ നഗരം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ആ നഗരം ഇപ്പോൾ ഭയത്തിൻ്റെ പിടിയിലാണ്. അന്നത്തെ രാത്രിയിൽ പെട്ടെന്ന് ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. സൂപ്രണ്ട് ഓഫ് പോലീസ് SP താമസിക്കുന്ന തൊട്ടടുത്തുള്ള ബംഗ്ലാവിൽ നിന്നും ഒരു നായയുടെ ധീനമായ നിലവിളിയാണ് അവിടെ അന്ന് ഉയർന്നു കേട്ടത്. ആ നിലവിളിയിലാണ് ആ നിശബ്ദത ഭേദിക്കപ്പെട്ടത്. വെറുമൊരു കുരയല്ല, അത് പ്രാണവേദന കൊണ്ടുള്ള അലർച്ചയായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ അതിൽ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഒരു ടോർച്ചും തോക്കുമെടുത്ത് പുറത്തിറങ്ങി. രാത്രിയുടെ അന്ധകാരം ഒരു കടൽ പോലെ ചുറ്റും പരന്നു കിടന്നിരുന്നു. ടോർച്ച് വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ ഓരോ നിഴലുകളും ഓരോ ആയുധം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ എത്തുമ്പോൾ SP തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. SP മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും. ഞാൻ മുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അല്പം മുമ്പ് വരെ ഉച്ചത്തിൽ കുരച്ചിരുന്ന ആ നായയുടെ ഒരു ചെവി മാത്രം അവിടെ ബാക്കിയുണ്ടായിരുന്നു. മുറ്റത്തെ മണ്ണിൽ ചൂടുള്ള രക്തം ഒരു അരുവി പോലെ ഒഴുകിപ്പോയിരിക്കുന്നു. അവിടുത്തെ വായുവിൽ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും രൂക്ഷമായ ഗന്ധം പടർന്നു. ഒരു പുള്ളിപ്പുലിയുടെ ആക്രമണമാണെന്നാണ് ഞങ്ങൾ ആദ്യം സംശയിച്ചത്. എങ്കിലും ആ മുറിവിൻ്റെ ആഴവും അവിടെ അവശേഷിച്ച കാൽപ്പാടുകളും ഏതോ ഒരു വലിയ അപകടത്തിൻ്റെ സൂചനയാണ് ഞങ്ങൾക്ക് നൽകിയത്. SPയും ഞാനും അദ്ദേഹത്തിൻ്റെ സിപ്പായും കൂടി അങ്ങോട്ട് പോയി. അവിടെ അടുത്തുള്ള ഒരു ഉണങ്ങിയ തോടിൻ്റെ ഭാഗത്തേക്ക്. ആ രക്തപ്പാടുകൾ അവിടേക്കാണ് പോയിരിക്കുന്നത്. അതിനെ പിൻപറ്റിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. SPയുടെ കൂടെ ഉണ്ടായിരുന്ന സിപ്പായി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞു, "ആ രക്തക്കറ ഇവിടേക്കാണ് പോകുന്നത്." അദ്ദേഹം പറഞ്ഞടയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ രക്തക്കറ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സിപ്പായി ആ ഉണങ്ങിയ തോട്ടിലേക്ക് എടുത്തു ചാടി. കാട്ടു നിയമങ്ങൾ അറിയാത്ത ആ പാവം മനുഷ്യൻ ആജ്ഞകൾ മാത്രമാണ് ഇതുവരെ അനുസരിക്കാൻ പഠിച്ചത്. കയ്യിൽ വിറയ്ക്കുന്ന തോക്കുമായി അയാൾ ആ ഇരുട്ടിലേക്ക് നീങ്ങി. തോടിനുള്ളിലെ കുറ്റിച്ചെടികളും കല്ലുകളും നിറഞ്ഞ ആ പ്രദേശം ഒരു മരണക്കിണിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഞാൻ മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ, ഒറ്റയ്ക്ക് അവിടേക്ക് പോകരുത്." പക്ഷേ വൈകിപ്പോയിരുന്നു. അന്ധകാരത്തിൽ നിന്നും മിന്നൽ പിണർപ്പ് പോലെ ഒരു നിഴൽ രൂപം ആ സിപ്പായുടെ തോളിലേക്ക് ചാടി വീണു. തോക്കിൻ്റെ കുതിര വലിക്കുവാൻ പോലും അയാൾക്ക് സമയം ലഭിച്ചില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറി. ഞങ്ങൾ ഇരുവരും അവിടേക്ക് ഓടിച്ചെന്നപ്പോഴേക്കും അദ്ദേഹം ചോരയിൽ കുളിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ശ്വാസം നിലച്ചിരുന്നില്ല. അയാൾ മരണത്തോട് മല്ലിടുകയായിരുന്നു. അയാളെ ആക്രമിച്ച ആ ജീവി അപ്പോഴേക്കും കാടിൻ്റെ മറവിലേക്ക് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഞങ്ങൾ ആ സിപ്പായി എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ബംഗ്ലാവിനും SP യുടെ ബംഗ്ലാവിനും ഇടയിലുള്ള
ആ ഉണങ്ങിയ തോടിപ്പോൾ ഒരു പ്രേതഭൂമി പോലെയാണ് എനിക്ക് തോന്നുന്നത്. തേജ്പൂർ എന്ന നഗരം സുരക്ഷിതമാണെന്ന എൻ്റെ ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു. കാട്ടിലെ രാജാവ് നഗരത്തിൻ്റെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. പുള്ളിപ്പുലിയേക്കാൾ ഭീകരമായ എന്തോ ഒന്ന് ആ കുന്നിൻ ചെരുവിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ സംഭവം നടന്ന ആ സ്ഥലത്തേക്ക് ചെന്നു. അവിടുത്തെ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പരിശോധിച്ചു. എൻ്റെ ഉള്ളം കാളിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അതൊരു പുള്ളിപ്പുലി ആയിരുന്നില്ല. മണ്ണിൽ ആഴത്തിലിറങ്ങിയ ആ കാൽപ്പാടുകൾ ഒരു ആൺകടുവയുടേതായിരുന്നു. വിരിഞ്ഞ മാറുള്ള ശക്തമായ കൈകാലുകളുള്ള ഒരു കൂറ്റൻ കടുവയുടേത്. തേജ്പൂരിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടുവകൾ വരാറില്ല എന്ന എൻ്റെ വിശ്വാസം ആ നിമിഷം തകർന്നു വീണു. ഈ കടുവ വെറുമൊരു മൃഗമല്ല, അത് മനുഷ്യൻ്റെ ഭയത്തെ മണത്തറിയുന്ന ഒരു കൊലയാളിയാണ്. നഗരത്തിലെ ഉദ്യോഗസ്ഥരുടെ ബംഗ്ലാവുകളിൽ വളർത്തുന്ന കന്നുകാലികളെയും കുതിരകളെയും ആ കടുവയ്ക്ക് എളുപ്പം പിടിക്കാനാകുമായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആളുകൾ കരുതിയിരുന്നത് അതിന് പിന്നിൽ ഒരു പുള്ളിപ്പുലി ആയിരുന്നു എന്നാണ്. എന്നാൽ തലേന്ന് നടന്ന സംഭവം അവിടെ ഒരു കാട്ടുതീ പോലെയാണ് പടർന്നത്. അതേ, അവർ വസിക്കുന്ന നഗരത്തിൻ്റെ അടുത്ത് ഒരു കടുവ തമ്പടിക്കുന്നു എന്ന വിവരം. അന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതോടെ തേജ്പൂർ വീണ്ടും ഭയത്തിൻ്റെ പുതപ്പിനുള്ളിലേക്ക് ആഴ്ന്നു. ജനങ്ങൾ വാതിലുകൾ അടച്ചു. വൈകുന്നേരങ്ങളിലെ കുട്ടികളുടെ കളിചിരികൾ നിന്നു. തെരുവുകളിൽ വിളക്കുകൾ അണഞ്ഞു. കാറ്റിൽ മരങ്ങൾ ഉലയുമ്പോൾ പോലും ഉണ്ടാകുന്ന ശബ്ദം ആളുകളെ ഭയപ്പെടുത്തി. ആ വൈകുന്നേരം ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് എൻ്റെ ബംഗ്ലാവിൻ്റെ വരാന്തയിൽ അങ്ങനെയിരുന്നു, മുറ്റത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട്. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ മുറ്റത്തെ വലിയ മാവിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരനക്കമാണ് ഞാൻ കേട്ടത്. എൻ്റെ ഹൃദയം പടപട ഇടിക്കുവാൻ തുടങ്ങി. എൻ്റെ അരികിലിരുന്ന റൈഫിൽ ഞാൻ എടുത്തു. അതിൻ്റെ കാഞ്ചിയിലേക്ക് എൻ്റെ വിരൽ വെച്ചു. എന്നിട്ട് റൈഫിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടോർച്ചിൻ്റെ പ്രകാശം തെളിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ നിന്നില്ല. ഞാൻ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എൻ്റെ ബംഗ്ലാവിൻ്റെ ജനാലയിലൂടെ ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കി. തലേ ദിവസം SP-യുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നപ്പോൾ അനുഭവിച്ച ആ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ഗന്ധം ഇപ്പോൾ എനിക്കറിയുവാൻ കഴിയുന്നുണ്ട്. അതെ, ആ കടുവ ഇപ്പോൾ എൻ്റെ ബംഗ്ലാവ് നിൽക്കുന്നതിൻ്റെ പരിസര പ്രദേശത്ത് എവിടെയോ ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത് എവിടെയോ. അവിടെ നിന്നും ഒരു മുരൾച്ച കൂടി കേട്ടതോടെ ഞാനത് ഉറപ്പിച്ചു. ഞാൻ ആ മാവിൻ്റെ താഴേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. നിലാവെളിച്ചത്തിൽ ആ മാവിൻ്റെ ചുറ്റുമുള്ള പ്രദേശം അവ്യക്തമായെങ്കിലും എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അതുവഴി ഒരു ഇരുണ്ട രൂപം നടന്നു പോകുന്നത് വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. അത് കണ്ട് അല്പസമയത്തിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തു നിന്നും ഒരു പ്ലേറ്റ് വീണുടയുന്ന ശബ്ദവും ഞാൻ കേട്ടു. ഒരു ഞെട്ടലോടെയാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. അവിടെ എൻ്റെ ജോലിക്കാരൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവനിനിയും ഉണർന്നതാകുമോ? അവൻ്റെ കയ്യിൽ നിന്നും വീണുടഞ്ഞ പ്ലേറ്റിൻ്റെ ശബ്ദമാണോ ഞാൻ കേട്ടത്? അതോ ഭയം എൻ്റെ നട്ടലിലൂടെ അരിച്ചു കയറി? ഞാൻ റൈഫിലുമായി അടുക്കള ലക്ഷ്യം വെച്ച് നീങ്ങി. ഓരോ ചുവടിലും മരണം പതിയിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ ബംഗ്ലാവിലെ അടുക്കളയുടെ വാതിക്കിലേക്ക് ഞാൻ എത്തിയപ്പോൾ കണ്ടത് പാതി തുറന്നു കിടക്കുന്ന ജനാലയായിരുന്നു. എൻ്റെ ശ്വാസം ഒറ്റയടിക്ക് നിലച്ചതുപോലെ തോന്നി. ഞാൻ പതിയെ ആ ജനാലയുടെ അരികിലേക്ക് ചെന്നു. അവിടെ നിന്നും പുറത്തെ ഇരുട്ടിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ തണുത്തുറഞ്ഞു പോയ പോലെ തോന്നി. ഇരുട്ടിൽ ആ 2 മഞ്ഞക്കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ വ്യക്തമായി തന്നെ കണ്ടു. ഞാൻ അവിടെ കണ്ട ആ തിളങ്ങുന്ന മഞ്ഞക്കണ്ണുകളിൽ ഉണ്ടായിരുന്നത് വിശപ്പല്ലായിരുന്നു, മറിച്ച് ക്രൂരമായ ഒരു ചിരിയായിരുന്നു. അടുത്ത നിമിഷം തന്നെ അതും സംഭവിച്ചു. ആ നിഴൽരൂപം ജനാലയിലൂടെ അകത്തേക്ക് ചാടിയതും എൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിലിൻ്റെ കാഞ്ചിയിൽ വിരലമർന്നതും ഒരുമിച്ചായിരുന്നു. തോക്ക് ഉഗ്രമായി ഗർജിച്ചു. റൈഫിളിൽ നിന്നുള്ള വെടിയൊച്ച ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. ജനാലയിലൂടെ അടുക്കളയിലേക്ക് ചാടിയ ആ രൂപത്തിന് നേരെയായിരുന്നു എൻ്റെ ഉന്നം. വെടിയുണ്ട ഭിത്തിയിൽ തറയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അടുക്കളയിലാകെ വെടിമരുന്നിൻ്റെ കരിഞ്ഞ ഗന്ധം പടരുന്നു. പുകമറയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ ജോലിക്കാരനെ തിരഞ്ഞു. അവൻ മൂലയിൽ ചുരുണ്ടുകൂടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം, അവന് പരിക്കേറ്റിട്ടില്ല. പക്ഷേ ആ കണ്ണുകൾ, ആ മഞ്ഞ കണ്ണുകൾ എവിടെ പോയി? ഞാൻ ടോർച്ച് തെളിയിച്ചു. ചുറ്റും നോക്കി. അടുക്കളയുടെ തുറന്നു കിടന്ന ജനാലയിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശിയടിച്ചു.
അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ വെടിയുണ്ട ലക്ഷ്യം തെറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ജീവി ഒരു നിഴലിനെ പോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തേജ്പൂരിലെ ഈ രാത്രികൾ വെറുമൊരു വേട്ടയാടലല്ല, മറിച്ച് നിലനിൽപ്പിനുള്ള പോരാട്ടമാണെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം അടങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്ത് കുതിരയുടെ കുളമ്പടി ശബ്ദം ഞാൻ കേട്ടു. ഈ അസമയത്ത് ആരായിരിക്കും? ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സിവിൽ സർജൻ എന്ന നിലയിലുള്ള എൻ്റെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ച ഒരു സന്ദേശവാഹനം നിൽക്കുന്നു. അയാളുടെ മുഖത്ത് മരണഭയം നീഴിച്ചിരുന്നു. സാഹിബ്, സാഹിബ്, DC സാഹിബ് ഉടൻ വരാൻ പറഞ്ഞു. വലിയൊരു അപകടം നടന്നിരിക്കുന്നു. അയാൾ കിതച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാനപ്പം അവിടെ ആലോചിച്ചത്, എൻ്റെ ബംഗ്ലാവിൽ കടുവ എത്തിയതിനേക്കാൾ എന്തു വലിയ അപകടമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ റൈഫിലും തിരകളും എടുത്തുകൊണ്ട് അയാൾക്ക് പുറകെ DC ബംഗ്ലാവിലേക്ക് നടന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഉണങ്ങിയ തോടുണ്ടല്ലോ, ആ ഉണങ്ങിയ തോട് കടന്നു വേണം അവിടേക്കെത്താൻ. പകൽ സമയത്ത് വെറും കല്ലുകളും മണലുകളും മാത്രമാണ് ആ തോട്ടിലുള്ളത്. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അതൊരു മരണക്കിണറായി മാറും. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ പോലും ഉരസുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു കൊലയാളി നമ്മുടെ പിന്നാലെ നമ്മളെ അനുഗമിച്ചു വരുന്നതായി നമുക്ക് തോന്നും. അതുവഴി നടന്നു പോകുമ്പോൾ ഓരോ ചൂടുവെപ്പുകൾ പോലും മരണത്തിലേക്കുള്ള ദൂരമാണെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ് സമ്മാനിക്കുക. അങ്ങനെ ഞങ്ങൾ ഇരുവരും DC ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ ശക്തമായ മതിലുകളും കൂറ്റൻ വാതിലുകളും കടന്ന് ആ കടുവ അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. DC പ്രിയപ്പെട്ട വെളുത്ത പശുവിനെ അത് ലക്ഷ്യം വെച്ചിരിക്കുന്നു. ആ വലിയ പശുവിൻ്റെ കഴുത്തിലും തോളിലും ആഴത്തിലുള്ള മുറിവുകൾ ആ കടുവ സമ്മാനിച്ചു. അതുമാത്രമല്ല, നിലത്ത് രക്തം കട്ടപിടിച്ച് കിടക്കുന്നതും ഞാൻ കണ്ടു. DC എന്നോട് പറഞ്ഞു, ഇതൊരു സാധാരണ കടുവയല്ല ടണർ. അദ്ദേഹം ഇതെന്നോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊരു നരഭോജിയായി തീരാൻ സാധ്യതയുള്ള ഒരു കടുവയാണ്. ഇന്ന് തന്നെ ഇതിനെ തീർക്കണം. ഞാൻ ആ പശുവിനെ ഒന്ന് പരിശോധിച്ചു. അതിപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷേ അതിൻ്റെ കണ്ണുകളിൽ ഭീതി എന്നെ അസ്വസ്ഥനാക്കി. ഈ മൃഗം സാധാരണ കാട്ടുനിയമങ്ങളെ വെല്ലുവിളിക്കുന്നു. പകൽ സമയത്ത് തോടുകളിലും കുറ്റിക്കാടുകളിലും അവൻ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ഹിംസ്രമൃഗം രാത്രിയിൽ നഗരത്തിൻ്റെ നടുവിലേക്ക് എത്തുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. ഈ രാത്രി തന്നെ ഇതിനെ വേട്ടയാടണം. സാധാരണയായി കടുവ കൊന്ന ഇരയുടെ അരികിലാണ് മച്ചാൻ കിട്ടാറുള്ളത്. എന്നാൽ ഇവിടം ജനവാസ കേന്ദ്രമുള്ള കോട്ടേഴ്സ് ഉള്ളതിനാൽ ഒരു കുട്ടിയുടെ കരച്ചിലോ പാത്രത്തിൻ്റെ ശബ്ദമോ കേട്ടാൽ കടുവ ജാഗ്രത പാലിക്കും. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് സുരക്ഷിതമല്ല. എൻ്റെ ബംഗ്ലാവിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അരികിൽ ഒരു പഴയ മാവുണ്ട്. അതിൻ്റെ മുകളിൽ മച്ചാൻ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ന് നേരം വൈകിയതുകൊണ്ട് ഈ രാത്രിയിൽ അതിന് മുകളിൽ മച്ചാൻ കെട്ടുക എന്നത് അസാധ്യമാണ്. നാളെ നേരം വെളുത്തിട്ട് അതിൻ്റെ പണി തുടങ്ങണം. ഞാൻ പതിയെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. അന്നത്തെ രാത്രിയിൽ എൻ്റെ ബംഗ്ലാവിൽ ഞാൻ സുഖമായി കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്തെ തന്നെ മച്ചാൻ്റെ പണികളെല്ലാം തുടങ്ങി. വൈകുന്നേരമാകുമ്പോഴേക്കും കെട്ടിത്തീർക്കണം എന്ന നിലയിലായിരുന്നു മച്ചാൻ്റെ പണി മാവിൻ്റെ മുകളിൽ തുടങ്ങിയത്. അങ്ങനെ മച്ചാൻ്റെ പണി നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ തൊഴിലാളികളും അവരുടെ ഭാര്യമാരും കുട്ടികളും എൻ്റെ അരികിലേക്ക് എത്തിയത്. അതായത് ആ മാവിൻ്റെ താഴേക്ക്. പണിക്കാർ മുകളിൽ മാവിൻ്റെ മുകളിൽ മച്ചാൻ കെട്ടുന്ന തിരക്കിലായിരുന്നു. ഞാൻ താഴെ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്കെത്തിയ എൻ്റെ ജോലിക്കാർ എന്നോട് ചോദിച്ചു, സാഹിബ്, കടുവ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും കുട്ടികളും ഒന്നും ഇവിടെ സുരക്ഷിതരല്ല. ഈ ചെറിയ ഭിത്തിയെല്ലാം ആ കടുവയ്ക്ക് വെറും നിസാരമാണ്. അത് തകർത്ത് ഞങ്ങളെ ഇവിടെ നിന്നും കൊണ്ടുപോകും. അവൻ്റെ കണ്ണുകളിലെ ഭയവും നിസ്സഹായ അവസ്ഥയും എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്നും സുരക്ഷിതമായ താവളങ്ങളിലേക്ക് ഞാൻ മാറ്റി. അതിനുശേഷം മച്ചാൻ്റെ പണി വീണ്ടും തുടർന്നു. വൈകുന്നേരം 6 മണിയായതോടെ മച്ചാൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചു. അതിനുശേഷം തലേന്ന് രാത്രിയിൽ കടുവയുടെ ആക്രമണത്തിന് ഇരയായി മുറിവേറ്റ ആ പശുവുണ്ടല്ലോ, അതിനെ അവിടെ ഇരയായി കെട്ടിവെച്ചു. അതായത് ആ DC വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ വെളുത്ത പശുവിനെ. അതിനുശേഷം ഞാൻ എൻ്റെ വേട്ടസഞ്ചിയുമായി ആ മച്ചാൻ്റെ മുകളിലേക്ക് കയറി. എൻ്റെ വേട്ടസഞ്ചിയിൽ ഉണ്ടായിരുന്നത് റൈഫിലും തിരകളും റിവോൾവറും ഒരു വേട്ടക്കത്തിയുമായിരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം കുടിക്കുവാൻ വേണ്ട ചായയും ബിസ്ക്കറ്റും. പതിയെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പൂർണ്ണമായും അസ്തമിച്ച ശേഷം ചന്ദ്രൻ്റെ ഉദയമായിരുന്നു. നല്ല നിലാവായിരുന്നു അന്നത്തെ രാത്രി സമ്മാനിച്ചത്. എന്നാൽ വലിയ മരങ്ങളുടെ നിഴലുകൾ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു.
സമയം രാത്രി 10:30 കഴിഞ്ഞു കാണും. കാട്ടിൽ നിന്നും ഏതോ ഒരു പക്ഷിയുടെ ദീനമായ കരച്ചിൽ ഞാൻ കേട്ടു. എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ചുറ്റുപാടും നിരീക്ഷിക്കുവാൻ തുടങ്ങി. എൻ്റെ കണ്ണുകൾ ആ കടുവയെ തിരയുവാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെയുള്ള ആ ചെറിയ കുന്നിൻ്റെ മുകളിലെ റോഡിൽ ഒരു നിഴൽ ഞാൻ കണ്ടു. അതൊരു ചെറിയ കുതിരയുടെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിശ്ചലമായി അവിടെ നിൽക്കുകയാണ്. അത് എന്തോ തിരയുകയാണ്, ചുറ്റും നോക്കുകയാണ്. ഞാൻ ആ നിഴലിലേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചു പോകുന്നത് പോലെ തോന്നി. കാരണം ഞാൻ ഉദ്ദേശിച്ചതുപോലെ അതൊരു കുതിരയായിരുന്നില്ല, അതൊരു കടുവ തന്നെയായിരുന്നു. അത് സാവധാനം താഴേക്ക് നടന്നു, അതായത് ബംഗ്ലാവുകൾ സ്ഥിതി ചെയ്യുന്ന ആ ദിശയിലേക്ക്. അത് ഓരോ ചുവടും അതീവ ജാഗ്രതയോടെയാണ് വെക്കുന്നത്. കാറ്റിൻ്റെ ദിശ നോക്കി ഗന്ധം പിടിച്ചുകൊണ്ടാണ് അത് നടന്നു വരുന്നത്. എൻ്റെ റൈഫിൽ ഞാൻ തയ്യാറാക്കി, വിരൽ കാഞ്ചിയിലേക്ക് വെച്ചു. കടുവ എപ്പോൾ എൻ്റെ തോക്കിൻ്റെ പരിധിക്കുള്ളിലാകുന്നു അപ്പോൾ കാഞ്ചി വലിക്കാം എന്ന് കരുതിയാണ് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കോട്ടേഴ്സ് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു ഉച്ചത്തിലുള്ള ചുമ കേട്ടത്. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ ശബ്ദം കാട്ടിൽ പടർന്നു. കടുവ ഒരു നിമിഷത്തേക്ക് നിൽക്കുകയും മിന്നൽ പിണർപ്പ് പോലെ തിരിഞ്ഞ് റോഡ് മുറിച്ചു കടന്ന് അപ്പുറത്തേക്കുള്ള ഇരുട്ടിലേക്ക് മറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ നിരാശയാണ് പടർന്നത്. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതി. എങ്കിലും എൻ്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു, അവൻ തിരികെ ഇവിടേക്ക് തന്നെ മടങ്ങി വരുമെന്ന്. അതുകൊണ്ട് തന്നെ ആ മച്ചാനിൽ വീണ്ടും കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. രാത്രി 11 മണിയായി. മരത്തിന് മുകളിലിരുന്ന് ഞാൻ ആകെ അസ്വസ്ഥനാണ്. എൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി മരവിച്ചു തുടങ്ങി. ചുറ്റിലും സ്പർശാനുമുഖമായ നിശബ്ദത മാത്രമാണ്. താഴെ കെട്ടിയിരിക്കുന്ന പശു പെട്ടെന്ന് അസ്വസ്ഥമാകുവാനും അതിനെ മുൻകാലുകൾ കൊണ്ട് മണ്ണിൽ മാന്തുവാനും തുടങ്ങി. അതെ, ആ പശു തൻ്റെ മരണം മണത്തറിഞ്ഞിരിക്കുന്നു. തൻ്റെ തൊട്ടടുത്ത് മരണമുണ്ടെന്ന് ആ പശുവിനിപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഞാൻ എൻ്റെ റൈഫിൽ മുറുകെ പിടിച്ചു. കാഞ്ചിയിന്മേൽ വീണ്ടും എൻ്റെ വിരൽ വെച്ചു. അപ്പോഴാണ് എൻ്റെ മച്ചാൻ്റെ തൊട്ടടുത്തു നിന്നും ഒരു മുരൾച്ച പെട്ടെന്ന് ഉയർന്നു കേട്ടത്. മച്ചാൻ കെട്ടിയ വലിയ മാവില്ലേ, അതിൻ്റെ തടിയിൽ ആരോ വലിയ നഖങ്ങൾ കൊണ്ട് ആഴത്തിലുള്ള മാതുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കടുവ അവിടേക്ക് വന്നിരിക്കുന്നത് ആ പശുവിനെ ആക്രമിച്ച് കൊല്ലുവാൻ വേണ്ടിയല്ല, മരത്തിന് മുകളിലിരിക്കുന്ന എന്നെ ആക്രമിച്ച് പിടിക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ തൊട്ടു പിന്നിൽ മച്ചാൻ്റെ തടികൾക്കിടയിലൂടെ ഒരു തണുത്ത ശ്വാസം അകത്തേക്ക് വന്നത് ഞാൻ അറിഞ്ഞു. പതുക്കെ ഞാൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ മരവിച്ചു പോയി. മച്ചാൻ്റെ പിൻഭാഗത്ത് മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ആ ക്രൂരമായ കൊലയാളി എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൻ മുരളുകയാണ്. അപ്രതീക്ഷിതമായി ആ കടുവ ഞാന്നു കിടക്കുന്നത് കണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ റൈഫിലൊന്ന് തിരിക്കുവാനും അതിന് നേരെ നിറയൊഴിക്കുവാനും പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അതിൻ്റെ കൂടെ കടുവയുടെ ശക്തമായ ഒരു പഞ്ച്. ഞാനിരുന്ന മച്ചാൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു. അതിൻ്റെ ഒരു വശത്തെ കയറുകൾ മുറിഞ്ഞു മാറി. ഏതു നിമിഷവും ഞാനും എൻ്റെ മച്ചാനും നിലം പൊത്തുമെന്ന് തീർച്ചയായി. അങ്ങനെ മച്ചാൻ ഒരു വശത്തേക്ക് ചരിഞ്ഞ സമയമാണ് മറ്റൊരു കാഴ്ച കൂടി ഞാൻ കണ്ടത്. താഴെ പശുവിനെ കൊല്ലാൻ വേണ്ടി മറ്റൊരു കൂറ്റൻ രൂപം കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇവിടെ ഒന്നല്ല 2 നരഭോജികളാണുള്ളത്. എന്നാൽ മരത്തിലിരിക്കുന്ന ആ രൂപം വ്യക്തമായി എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മരണത്തിൻ്റെ തണുത്ത ശ്വാസം എൻ്റെ കഴുത്തിൽ വന്നു തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മച്ചാൻ ഒന്നുകൂടി അനങ്ങി, ഒന്നുകൂടി ചരിഞ്ഞു തൂങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു ദുർബലമായ ഒരു ചില്ലയിലേക്കാണ് ഇപ്പോൾ മച്ചാൻ വന്ന് ചാഞ്ഞിരിക്കുന്നത്. ഏതു നിമിഷവും ഞാനും മച്ചാനും നിലം പതിക്കാം. വന്ന് വീഴാൻ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ മുന്നേ പറഞ്ഞ ആ വറ്റിയ ആ തോട്ടിലേക്ക്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ആ തോട്ടിലേക്ക്. എന്തായാലും നിലത്തേക്ക് വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ മരത്തിലിരുന്ന ജന്തു എന്താണെന്ന് സൂക്ഷിച്ചു നോക്കി. ആദ്യം ഞാൻ കരുതിയത് നിലത്ത് നിന്ന കടുവ ചാടി ആ മരത്തിൻ്റെ ചില്ലയിലേക്ക് ആന്തി പിടിച്ച് മച്ചാനെ അടിച്ച് താഴെ ഇടുവാൻ നോക്കിയതാണെന്നാണ്. എന്നാൽ എനിക്ക് തെറ്റി. ആ മരത്തിൻ്റെ കൊമ്പിലിരുന്നത് കടുവയായിരുന്നില്ല. എൻ്റെ മച്ചാൻ മറിച്ചിടുവാൻ നോക്കിയത് ഒരു പുള്ളിപ്പുലിയായിരുന്നു. അവൻ്റെ തണുത്ത ശ്വാസമാണ് എൻ്റെ കഴുത്തിലേക്ക് വന്ന് പതിച്ചത്. അതെ, അതും ഒരു നരഭോജിയായ പുള്ളിപ്പുലിയാണ്. പെട്ടെന്ന് എൻ്റെ മച്ചാൻ ഒന്നുകൂടി ചരിയുവാൻ തുടങ്ങി. എൻ്റെ മരത്തിൻ്റെ താഴെ ഇരുട്ടിൽ ആ കൊലയാളിയായ കടുവയും ഒരു നിഴൽ പോലെ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്.
അതിൻ്റെ ഗർജനം രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. എന്നാൽ എന്നെ ശരിക്കും ഭയപ്പെടുത്തിയത് താഴെ നിൽക്കുന്ന ആ കടുവയായിരുന്നില്ല, മറിച്ച് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ രണ്ടാമത്തെ ആ പുള്ളിപ്പുലിയായിരുന്നു. തേജ്പൂരിലെ കുന്നുകളിൽ കടുവകളും പുള്ളിപ്പുലികളും ഒരുപോലെ വീരിക്കുന്നുണ്ടെങ്കിലും അവ ഒരുമിച്ച് വേട്ടയാടുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ കാട്ടിലെ നിയമങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരുമിച്ച് വേട്ടയാടുവാൻ ഇറങ്ങിയിരിക്കുന്നു. മുകളിലുള്ളത് വലിയൊരു പുള്ളിപ്പുലിയാണ്. അതിൻ്റെ ശ്വാസം നിലയ്ക്കുന്നതും കാത്ത് ആ മരക്കൊമ്പിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. താഴെയാകട്ടെ 9 അടിയധികം നീളമുള്ള ഒരു കൂറ്റൻ നരഭോജിയായ കടുവയും. പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. സാഹിബ് ഓടൂ. താഴെ കോട്ടേഴ്സിൽ നിന്നും ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോഴേക്കും എൻ്റെ ഹൃദയം പടപടാ ഇടിക്കുവാൻ തുടങ്ങി. റൈഫിൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് മുറുകെ പിടിച്ചു. മച്ചാൻ്റെ ബാക്കിയുള്ള ഒരു കയർ പതിയെ പതിയെ അഴിഞ്ഞു തുടങ്ങുകയാണ്. ടിക് ടിക് ശബ്ദം എനിക്ക് നല്ലപോലെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് വരുന്നത് എൻ്റെ വാച്ചിൽ നിന്നുമല്ല, മറിച്ച് ആ കയർ പൊട്ടുന്ന ശബ്ദമാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. ഇനിയും എൻ്റെ മുന്നിലുള്ളത് 3 സെക്കൻഡുകൾ മാത്രമാണ്. അതിനുള്ളിൽ ഞാൻ താഴേക്ക് വീഴുമെന്ന് തീർച്ചയാണ്. താഴെ വീണാൽ ആ കടുവയുടെ താടിയെല്ലുകൾ എൻ്റെ കഴുത്തിൽ ആഴത്തിലിറങ്ങും. ഇപ്പോഴാണ് ആ ഭീമാകാരമായ ധർമ്മസങ്കടം എൻ്റെ മുന്നിൽ ഉയർന്നത്. എൻ്റെ കയ്യിൽ ഒരേ ഒരു വെടിയുണ്ട മാത്രമാണ് ഉള്ളത്. അതാണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവയെല്ലാം എൻ്റെ സഞ്ചിയിലാണ്. ഞാനതെടുക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മച്ചാൻ വളരെ വേഗം പൊട്ടി നിലത്തേക്ക് വീഴും. എൻ്റെ റൈഫിൽ എൻ്റെ അരക്കെട്ടിൽ സുരക്ഷിതവുമാണ്. മുകളിലുള്ള പുള്ളിപ്പുലിയെ ലക്ഷ്യം വെച്ച് വെടിവെക്കുമ്പോൾ താഴെ വീണാൽ കടുവയിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും? എന്നാൽ ഇനിയും കടുവയെ ലക്ഷ്യം വെച്ച് വെടിവെച്ചാൽ അതിന് മുൻപേ തന്നെ മുകളിലുള്ള ആ നിഴൽ രൂപം എൻ്റെ തലയോട്ട് കടിച്ച് തകർക്കും, എന്നെ കൊല്ലും. അതിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും? അതിൽ നിന്ന് ഞാൻ എങ്ങനെ അതിജീവിക്കും? ഈ കാര്യങ്ങളെല്ലാം എന്നെ വല്ലാതെ അലട്ടിയപ്പോഴാണ് അമ്മേ എന്ന് കോട്ടേഴ്സിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടത്. കോട്ടേഴ്സ് നിൽക്കുന്നത് അടുത്ത് തന്നെയാണ്. അവിടെ നിന്നും ഒരു കുട്ടിയുടെ ശബ്ദമാണ് ഉയർന്നു കേട്ടത്. ഞാൻ ഞെട്ടിപ്പോയി. ആ കടുവ പശുവിനെ അല്ല ലക്ഷ്യം വെക്കുന്നത്. അതാ കോട്ടേഴ്സിലെ ദുർബലമായ ഭിത്തിയിലേക്ക് നീങ്ങുകയാണ്. അവിടുത്തെ ഭിത്തികൾ ഒരു മനുഷ്യൻ്റെ അത്ര പോലും ഉയരമില്ല. എനിക്ക് അറിയാവുന്നതാണ് കുറച്ച് ചതുശ്ര അടിയിൽ മാത്രം തിങ്ങിപ്പാർക്കുന്ന ആ പാവം മനുഷ്യ ജീവനുകളെപ്പറ്റി. ഇപ്പോൾ അതെല്ലാം നിൽക്കുന്നത് എൻ്റെ വിരൽത്തുമ്പിലാണ്. ഒന്നെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ മുകളിലുള്ള പുള്ളിപ്പുലിയെ വെടിവെക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ജീവൻ രക്ഷിക്കാൻ കടുവയെ ലക്ഷ്യം വെച്ച് നിറയൊഴിക്കാം. സമയം അതിവേഗം കടന്നുപോയി. പുള്ളിപ്പുലി അതിൻ്റെ നഖങ്ങൾ പുറത്തേക്ക് നീട്ടി. അതിൻ്റെ മഞ്ഞ കണ്ണുകൾ ഇരുട്ടിൽ ജ്വലിച്ചു. താഴെ കടുവ ഒരു മുരൾച്ചയോടെ കോട്ടേഴ്സിൻ്റെ വാതിലിലേക്ക് അടുത്തു. ടർണർ സാഹിബ് എന്ന ആ വലിയൊരു വിളി, ആ ശബ്ദം അങ്ങ് ദൂരെ നിന്നും ഞാൻ കേട്ടു. അത് മറ്റാരും ആയിരുന്നില്ല, DC-യുടെ ശബ്ദമാണ്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. പെട്ടെന്ന് തന്നെ എൻ്റെ തലച്ചോറിൽ ഒരു മിന്നൽ പിണർപ്പ് പോലെ ഒരു ബുദ്ധി തെളിഞ്ഞു. ഞാൻ റൈഫിൽ താഴേക്ക് തിരിച്ചു. പക്ഷേ കടുവയ്ക്കല്ല, മറിച്ച് താഴെ കെട്ടിയിരുന്ന ആ വെളുത്ത പശുവിൻ്റെ കയറിലേക്ക്. നേരെ ഞാൻ വെടിയുതിർത്തു. വെടിയുണ്ട കൃത്യം ലക്ഷ്യത്തിൽ തറച്ചു കയറി. അതെ, ആ വെളുത്ത പശുവിൻ്റെ കയർ ഇപ്പോൾ പൊട്ടി. അതൊന്ന് ഭയന്നു. തൻ്റെ മൂർച്ചയുള്ള കൊമ്പുകൾ താഴ്ത്തിക്കൊണ്ട് ആ കടുവയ്ക്ക് നേരെ അത് പാഞ്ഞെടുത്തു. കടുവ ഈ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കടുവ ഒരു നിമിഷത്തേക്ക് പതറി. പിന്നെ ഒട്ടും ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ സമയം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ റൈഫിൽ നിന്നും പിടിവിട്ട് എൻ്റെ അരക്കെട്ടിലിരുന്നിരുന്ന റിവോൾവർ എടുത്തു. ആ പുള്ളിപ്പുലിക്ക് നേരെ ചൂണ്ടിയ സമയം ഞാൻ നല്ലപോലെ ഒന്ന് അനങ്ങിയ ആഘാതത്തിൽ മച്ചാൻ്റെ അവസാനത്തെ കയറും പൊട്ടി. മച്ചാൻ നിലത്തേക്ക് പതിച്ചു. വലിയ പൊക്കത്തിൽ നിന്നുള്ള വീഴ്ചയായതുകൊണ്ട് തന്നെ വീഴ്ചയുടെ ആഘാതത്തിൽ എൻ്റെ കാഴ്ച മങ്ങി. ഞാൻ വീണത് ആ ഉണങ്ങിയ തോടിൻ്റെ കരയിലേക്കാണ്, ആ മണ്ണും കല്ലും നിറഞ്ഞ ആ പ്രദേശത്തേക്ക്. മരണത്തിൻ്റെ ഗന്ധം എനിക്ക് നല്ലപോലെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. തല കല്ലിലേക്ക് വന്നടിച്ച് രക്തം നല്ലപോലെ ഒഴുകുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഇടത്തെ കാല് കഠിനമായ വേദനയല്ല, അത് ഒടിഞ്ഞിരിക്കുന്നു. ദൂരെ കടുവ പശുവിനെ നേരിടുന്നത് എനിക്ക് കാണാമായിരുന്നു. പക്ഷേ പുള്ളിപ്പുലി മരത്തിൽ നിന്നും താഴേക്ക് ചാടിയ ശബ്ദവും ഞാൻ കേട്ടു. എൻ്റെ അടുത്തേക്കാണ് അത് വരുന്നതെന്നും എനിക്കറിയാം. മരണത്തിൻ്റെ കാലടി ശബ്ദം ഇപ്പോൾ വ്യക്തമായി എനിക്ക് കേൾക്കാം. ആ പുള്ളിപ്പുലി എന്നെ സമീപിച്ച് എൻ്റെ അരികിലേക്ക് പതിയെ നടന്നു വരികയാണ്. തോക്ക് എവിടെയാണെന്നാണ് ഞാൻ തിരയുന്നത്. വീഴ്ചയിൽ എൻ്റെ റിവോൾവർ ദൂരേക്ക് തെറിച്ചു വീണിരുന്നു. ഇരുട്ടിൽ ഞാൻ പരതി. തോക്ക് അല്പം അകലെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പതിയെ അതിൻ്റെ അരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ടോർച്ച് തടഞ്ഞു.
ആ ടോർച്ച് ഞാൻ മുറുകെ പിടിച്ചു. വീണ്ടും ആ തോക്കിൻ്റെ അരികിലേക്ക് ഞാൻ ഇഴഞ്ഞു നീങ്ങി. അങ്ങനെ ഞാൻ അവിടെ കിഴഞ്ഞു നീങ്ങുമ്പോൾ തോടിൻ്റെ മറുഭാഗത്തു നിന്നും മറ്റൊരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ടതോടെ അക്ഷരാർത്ഥത്തിൽ ഞാൻ തരിച്ചു നിന്നുപോയി. ഇതുകൂടാതെ ഇനിയും അടുത്ത നരഭോജി ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ച് അവിടേക്ക് ഞാൻ പ്രകാശിപ്പിച്ചു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ കണ്ട കാഴ്ച എൻ്റെ രക്തം പോലും മരവിപ്പിച്ച് കളയുവാൻ പോകുന്ന ഒന്നായിരുന്നു. അതൊരു പുള്ളിപ്പുലി ആയിരുന്നില്ല, അതൊരു കടുവയായിരുന്നില്ല. മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആ രൂപം മറ്റാരുമായിരുന്നില്ല. അത് തേജ്പൂരിലെ സിവിൽ സർജനായ എൻ്റെ സ്വന്തം സഹായിയായിരുന്നു. അവൻ്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ മരിച്ചിട്ടില്ല. അവൻ്റെ കൈകൾ എന്തിലോ ഒന്നിലേക്ക് ചൂണ്ടുന്നുണ്ടായിരുന്നു. ഞാൻ അവൻ ചൂണ്ടിയ ദിശയിലേക്ക് നോക്കി. അവിടെ ആ ബംഗ്ലാവിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ഒരു മനുഷ്യരൂപമാണ്. കയ്യിൽ ഒരു മാംസക്കഷ്ണവുമായി അവൻ ആ കടുവയെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അതൊരു വേട്ടക്കാരനല്ല, അതൊരു കൊലയാളിയാണ്. തേജ്പൂരിലെ മൃഗങ്ങളെ നരഭോജികളാക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ. അവൻ സാവധാനം തിരിഞ്ഞു നോക്കി. ഇരുട്ടിലും അവൻ്റെ പല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്നിട്ട് അവൻ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, സാഹിബ്, നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി. അതിനുശേഷം അവൻ ഉച്ചത്തിൽ ക്രൂരമായി ചിരിച്ചു. അടുത്ത നിമിഷം തന്നെ കടുവ ആ പശുവിനെ ഉപേക്ഷിച്ച് എൻ്റെ നേരെ തിരിഞ്ഞു. ഒരു വശത്ത് പുള്ളിപ്പുലി, മറുവശത്ത് കടുവ, മുന്നിൽ ആ നിഗൂഢമായ മനുഷ്യൻ. ഞാനിപ്പോൾ ആ തോടിനുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. എൻ്റെ കൈകൾ തോക്കിലേക്ക് എത്തുന്നതിന് മുൻപേ കടുവ അതിൻ്റെ പിൻകാലുകളിൽ ഊന്നി മുന്നിലേക്ക് കുതിച്ചു ചാടുവാൻ തയ്യാറെടുത്തു. മരണം എൻ്റെ തൊട്ടു മുന്നിൽ വായു തുറന്ന് 10 പേരുടെ കരുത്തുള്ള ആ കൂറ്റൻ നരഭോജി വായുവിൽ ഒരു വില്ല് പോലെ വളഞ്ഞ് എൻ്റെ നേരെ കുതിച്ചു. ഇടത് കൈകൊണ്ട് ഞാൻ റിവോൾവർ എടുത്ത് വലത് കൈയിലേക്ക് മാറ്റി കാഞ്ചി വലിച്ചു. എത്ര വട്ടം കാഞ്ചിയിന്മേൽ വിരലമർന്നു എന്നെനിക്കറിയില്ല. എൻ്റെ വിരലമർന്ന സമയം മുഴുവൻ എൻ്റെ റിവോൾവറിൽ നിന്നും തീയുണ്ടകൾ ആ കടുവയുടെ ശരീരത്തിലേക്കും വായിലേക്കും തുളച്ചു കയറി. അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ഉരുണ്ടുമാറുകയും ചെയ്തു. വായിൽ വെച്ച് തന്നെ കടുവയുടെ കുതിപ്പിൻ്റെ ദിശ മാറി. അത് കഠിനമായ മുരണ്ടുകൊണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള മണ്ണിലേക്ക് മറിഞ്ഞു വീണു. അതിൻ്റെ കൂർത്ത നഖങ്ങൾ മണ്ണിൽ ആഴത്തിലിറങ്ങി. വായുവിൽ ഇപ്പോൾ രക്തവും വെടിമരുന്നിൻ്റെ ഗന്ധവും കലർന്നിരിക്കുന്നു. തിരകൾ തറച്ചു കയറിയ ആ കടുവ നിലത്ത് കിടന്ന് പിടയുന്നു. എന്നാൽ ഈ കഥയൊന്നും അവിടം കൊണ്ട് അവസാനിച്ചില്ല. മച്ചാനിൽ നിന്നും വീണതിൻ്റെ ആഘാതം എന്നെ വല്ലാതെ വ്യാപിച്ചിരുന്നു. എൻ്റെ ബോധം മങ്ങിത്തുടങ്ങിയിരുന്നു. എന്നാൽ അങ്ങനെ മങ്ങുവാൻ പാടില്ല. അതെനിക്ക് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. ആ പരുക്കൻ കല്ലുകൾ എൻ്റെ പുറത്തേക്ക് തറച്ചു കയറിയതിൻ്റെ വേദനയും എൻ്റെ കാലിലെ വേദനയും അസഹനീയമായി എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ബോധം ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ ആ പുള്ളിപ്പുലി എന്നെ വകവരുത്തും. അതിപ്പോൾ ആ മാവിൻ്റെ പരിസരത്ത് എവിടെയോ നിൽക്കുകയാണ്. അതുമല്ല എങ്കിൽ ആ നിഗൂഢ രൂപം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. സാഹിബ്, നിങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ ഇതിപ്പോൾ അവസാനിക്കാൻ പോകുകയാണ്. ഇരുട്ടിൽ നിന്നും ആ നിഗൂഢ മനുഷ്യൻ്റെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നു. ഞാനെൻ്റെ ഒടിഞ്ഞ കാൽ ഒന്ന് വലിച്ചിഴഞ്ഞ് ഞാൻ വീണ്ടും ആ ടോർച്ച് എടുത്തു. ആ ടോർച്ച് കത്തിച്ചു. ആ രൂപത്തിന് നേരെയാണ് ഇപ്പോൾ എൻ്റെ ടോർച്ച് തെളിയിച്ചത്. എന്നാൽ എൻ്റെ കണ്ണുകളെ അപ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതെൻ്റെ പഴയ ഒരു സുഹൃത്തായിരുന്നു, ഒരു സാധുവായിരുന്നു. തേജ്പൂരിലെ ഗുഹകളിൽ താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. എനിക്ക് വേട്ടയാടൽ തന്ത്രങ്ങൾ ചൊല്ലിത്തന്നത് അദ്ദേഹമാണ്. ആ സാധുവായ മനുഷ്യനാണ്. 3 രൂപയ്ക്ക് വേണ്ടി എനിക്ക് ഭാഗ്യനേർച്ച ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അയാളുടെ വേഷം ഇപ്പോൾ മാറിയിരിക്കുന്നു. ആ മുഖത്തെ സാധു ലുക്കും മാറിയിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭ്രാന്തമായ ഒരു തിളക്കമാണ് കാണാൻ കഴിഞ്ഞത്. നീയോ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ കിതച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു. അയാൾ ക്രൂരമായി ചിരിച്ചു. ഭാഗ്യം വരുന്നത് മൃഗങ്ങളെ കൊല്ലുമ്പോഴല്ല ടർണർ സാഹിബ്, അവരെ തീറ്റുമ്പോഴാണ്. ഈ കടുവയ്ക്ക് മനുഷ്യമാംസത്തിൻ്റെ രുചി അറിയാം. ഞാനാണ് അവർക്കത് നൽകിയത്. തേജ്പൂർ എൻ്റെ സാമ്രാജ്യമാണ്. നിങ്ങൾ വേട്ടക്കാർ ഇവിടുത്തെ വെറും അതിഥികൾ മാത്രമാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക രീതിയിൽ അയാൾ കൈകൊട്ടി ശബ്ദമുണ്ടാക്കി. മരത്തിൻ്റെ അവിടെ എവിടെയോ മറഞ്ഞിരുന്ന ആ പുള്ളിപ്പുലി പുറത്തേക്ക് ചാടി വന്നു. അതിപ്പോൾ ചാടി വന്നത് എൻ്റെ നേരെ ആയിരുന്നില്ല. പകരം ഞാൻ മുന്നേ പറഞ്ഞ എൻ്റെ സുഹൃത്തായ ആ സാധുവായ മനുഷ്യനില്ലേ, അയാളുടെ അരികിലേക്കാണ്. അയാളുടെ കാലിൻ്റെ കീഴിൽ ഒരു പൂച്ച കിടക്കുന്നത് പോലെ അത് അങ്ങനെ ഇടുങ്ങിക്കിടന്നു. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇത് വല്ല സ്വപ്നമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു മനുഷ്യൻ മൃഗങ്ങളെ ഇത്തരത്തിൽ നിയന്ത്രിക്കുകയോ? എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും തലച്ചോറിലേക്ക് ഒരു ഭയം ഇഴഞ്ഞു കയറി. ഇതൊരു വേട്ടയല്ല,
മറിച്ച് തേജ്പൂരിലെ കാടുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഏതു അന്ധവിശ്വാസത്തിൻ്റെയും ക്രൂരതയുടെയും ഒടുക്കത്തെ കളിയാണ്. ഞാൻ ഉറക്കെ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇവിടെ എത്തിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം നീയൊരു വേട്ടക്കാരനല്ല, മറിച്ച് ഒരു വേട്ട മൃഗമാണ്. വിശിഷ്ടമായ ഒരിര. പശുവിനെയും ആടിനെയും കൊടുത്ത് മതിയായി. ഇന്ന് എൻ്റെ കടുവയ്ക്ക് ഇരയാകാൻ പോകുന്നത് നീയാണ്. ഒരു സിവിൽ സർജൻ്റെ രക്തവും മാംസവും ഇന്നത് ഭക്ഷണമാക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മാംസകഷ്ണം മുറിവേറ്റ് കിടന്നിരുന്ന, വെടിയുണ്ട കൊണ്ട് തളർന്ന് കിടന്നിരുന്ന കടുവയ്ക്ക് നേരെ എറിഞ്ഞു. വെടിയേറ്റ് തളർന്ന കടുവ മുരണ്ടുകൊണ്ട് അത് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ മഞ്ഞക്കണ്ണുകൾ ഇപ്പോൾ തിരിഞ്ഞത് എൻ്റെ നേരെയാണ്. കടുവയ്ക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിലും അതിപ്പോഴും ഒരു അപകടകാരിയായി തന്നെ തുടരുകയാണ്. കേട്ടിട്ടില്ലേ, മുറിവേറ്റ മൃഗം കൂടുതൽ അപകടകാരിയായി തീരുമെന്ന്. പെട്ടെന്ന് എൻ്റെ ബംഗ്ലാവിൻ്റെ അരികിൽ നിന്നും ഒരു കുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. എൻ്റെ ഭാര്യയും മകളും അവിടെ നിൽക്കുകയാണ്. ജോലിക്കാർ ഭയന്ന് കോട്ടേഴ്സിനുള്ളിൽ എപ്പോഴേ ഒളിച്ചു കഴിഞ്ഞു. നീ അവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആക്രോശിച്ചു. ഇത് കേട്ടതും ആ നിഗൂഢമായ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി സാഹിബ്. ഇത് വെറും ഒരു കടുവയല്ല, ഇതിന് ഒരു ജോഡി കൂടിയുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ ഇവിടെ ബംഗ്ലാവിന് പുറത്തു വെച്ച് കൊല്ലും. എന്നാൽ നിങ്ങളുടെ ബംഗ്ലാവിനുള്ളിൽ ഇതിൻ്റെ മറ്റൊരു കടുവ കയറിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ മരിക്കുമ്പോൾ നിങ്ങളുടെ ബംഗ്ലാവിനുള്ളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും മരിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി, അട്ടഹസിക്കുവാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എൻ്റെ തൊഴിലാളികളെ പറ്റി? അവർ ആ കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നതെന്ന്. അവരെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന്. ഇപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവരും എൻ്റെ ജോലിക്കാരും അവിടെ കിടന്ന് മരിക്കും. എൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി. ആ സാധുവായ മനുഷ്യനെന്ന് ഞാൻ കരുതിയ ആൾ എനിക്ക് നേരെ നടന്നെടുത്തു. നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു സാഹിബ്. ഞാൻ പതിയെ പതിയെ എൻ്റെ ഒടിഞ്ഞ കാൽ വലിച്ച് പിറകിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. എൻ്റെ റിവോൾവർ എൻ്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ അതിനിപ്പോൾ എത്ര തിരകളുണ്ടെന്ന് എനിക്കറിയില്ല. ആ നിഗൂഢമായ മനുഷ്യനെ പിൻപറ്റിക്കൊണ്ട് ആ പുള്ളിപ്പുലിയും അയാളെ അനുഗമിച്ച് എൻ്റെ നേരെ നടന്നു വരികയാണ്. ആ കടുവയും ഇപ്പോൾ എൻ്റെ നേരെ തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ആ നിഗൂഢമായ മനുഷ്യൻ അയാളുടെ സഞ്ചിയിൽ നിന്നും ഒരു മൂർച്ചയുള്ള കടാര എടുത്തു. നാളത്തെ സൂര്യോദയം ഉണരുന്നത് ഒരു വാർത്ത കേട്ടായിരിക്കും, അയാൾ പറഞ്ഞു. ഒരു വിശിഷ്ടമായ വാർത്ത കേട്ട്. അത് നിങ്ങളുടെ മരണവാർത്തയായിരിക്കും, അയാൾ പറഞ്ഞവസാനിപ്പിച്ചു. അയാൾ തൻ്റെ മൂർച്ചയേറിയ കടാരയും കൊണ്ട് വീണ്ടും എൻ്റെ നേരെ പതിയെ പതിയെ നടന്നെടുത്തു. അപ്പോഴേക്കും ആ വരണ്ട കുഴിയിലേക്ക് ടോർച്ചിൻ്റെ പ്രകാശങ്ങളെത്തി. ടണർ സാഹിബ്, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ആ ശബ്ദം അവിടേക്ക് എത്തിയത്. അത് മറ്റാരുമായിരുന്നില്ല, DC ആയിരുന്നു. DCയും കുറച്ച് പോലീസുകാരും എന്നെ തിരിഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് മിനിറ്റുകൾ മാത്രം വ്യത്യാസത്തിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഈ കാഴ്ച കണ്ടതും അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞു. അയാളുടെ മുഖത്ത് ദേഷ്യമായി. ഇനിയും അധിക നേരം നിൽക്കാൻ കഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലാക്കി കാണണം. അയാൾ എൻ്റെ നേരെ ആ പുള്ളിപ്പുലിയെ പറഞ്ഞയച്ചു. അതിനുശേഷം അയാൾ അവിടെ നിന്നും മാറി. ഞാൻ എൻ്റെ റിവോൾവർ വീണ്ടും എടുത്തു. ആ പുള്ളിപ്പുലിക്ക് നേരെ ചൂണ്ടുകയും നിറയൊഴിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ ശരീരം അപ്പോഴേക്കും തളർന്നു കഴിഞ്ഞിരുന്നു. അയാൾ എന്തോ പൊടി എൻ്റെ നേരെ വാരി വിതറിയിരുന്നു. അത് എന്തു മന്ത്രമാണെന്നോ അല്ലെങ്കിൽ എന്തു മരുന്നാണെന്നോ എനിക്കറിയില്ല. എൻ്റെ ചൂണ്ടുവിരലുകൾ എല്ലാം മരവിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ 3 രൂപ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചത് ഭാഗ്യമായിരുന്നില്ല, മറിച്ച് എൻ്റെ മരണമായിരുന്നുവെന്ന് ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞു. DCയും സംഘവും ആ തോടിന് മുകളിലെത്തി എനിക്ക് നേരെ ടോർച്ച് ചൂണ്ടുമ്പോൾ അവർ കാണുന്നത് ഞാൻ തനിച്ച് അവിടെ കിടക്കുന്നതാണ്. കടുവയോ സാധുവോ പുള്ളിപ്പുലിയോ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ കാണുമ്പോൾ റിവോൾവർ താഴെ വീണ് കിടക്കുന്നു. എൻ്റെ മുറിവേറ്റ കാലിൻ്റെ താഴെ ഒരു ചെറിയ കുറുപ്പുമുണ്ടായിരുന്നു. ഞാൻ പതിയെ ആ കുറിപ്പെടുത്ത് വായിച്ചു. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. കടുവ ഇപ്പോൾ നിന്റെ വീടിൻ്റെ വാതിലിന് മുന്നിലുണ്ട്. നീ വെടിവെച്ചത് ആരെയാണെന്നൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇതായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഞാൻ പതുക്കെ തല തിരിച്ചു നോക്കി. രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന ആ രൂപം ഒരു കടുവയുടേതായിരുന്നില്ല. അതെൻ്റെ വസതിയിലെ വിശ്വസ്തനായ ആ സന്ദേശവാഹകനായിരുന്നു. കടുവയുടെ തോലണിഞ്ഞ ഒരു മനുഷ്യൻ. എൻ്റെ തലയിൽ ഒരിടുത്തി വീണതുപോലെ തോന്നി. ഞാൻ യഥാർത്ഥത്തിൽ കടുവയല്ല കൊന്നത് പാവം ഒരു മനുഷ്യനെയാണ്. നഗരമാകെ എന്നെ ഒരു കൊലയാളിയായി കാണും. അപ്പോഴാണ് ബംഗ്ലാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഭീകരമായ ഗർജനം ഞാൻ കേട്ടത്.
ഇത്തവണ അത് മനുഷ്യൻ്റേതായിരുന്നില്ല. അത് ആ നരഭോജിയായ കടുവയുടേത് തന്നെയായിരുന്നു. അത് ജനൽ തകർത്ത് അകത്തേക്ക് കയറുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അകത്തുനിന്നും എൻ്റെ മക്കളുടെ ഉച്ചത്തിലുള്ള നിലവിളി രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന DC എൻ്റെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ടണർ, നിങ്ങൾ എന്തിനാണ് അവനെ കൊന്നത്? മരണത്തിൻ്റെ തണുപ്പ് എൻ്റെ നെറ്റിയിൽ മുട്ടി നിന്നു. DC റിവോൾവറിൻ്റെ പൈപ്പ് എൻ്റെ തലയോട്ടിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അയാൾ അമർത്തിയിരിക്കുകയാണ്. ചുറ്റിലും ഇരുട്ട്. താഴെ ആ ഉണങ്ങിയ തോടിൻ്റെ അരികിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എൻ്റെ വിശ്വസ്തനായ സന്ദേശവാഹകൻ. അവൻ്റെ ശരീരത്തിൽ കടുവയുടെ തോലുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതെ, അതൊരു കെണിയായിരുന്നു. ഒരു ഭീകരമായ കെണി. ഹേ ടണർ, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? അവനൊരു പാവം മനുഷ്യനായിരുന്നു. DC ശബ്ദം കോപം കൊണ്ട് ജ്വലിച്ചു. അവനല്ല, അതാ സാധു. എൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. സാധു എൻ്റെ മുഖത്തേക്ക് വിതറിയ ആ പൊടിയുണ്ടല്ലോ, അതിൻ്റെ പ്രഭാവത്തിൽ എൻ്റെ നാക്ക് മരവിച്ചു പോയിരുന്നു. പെട്ടെന്ന് എൻ്റെ ബംഗ്ലാവിൻ്റെ വരാന്തയിൽ നിന്നും ഒരു ഭീകരമായ ഗർജനം ഉയർന്നു. അത് കേവലം ഒരു ശബ്ദമായിരുന്നില്ല. അത് പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന, രക്തം മരവിപ്പിക്കുന്ന ഒരു മരണവിളിയായിരുന്നു. 9 അടി 4 ഇഞ്ച് നീളമുള്ള ആ കൂറ്റൻ നരഭോജി കടുവ എൻ്റെ ബംഗ്ലാവിൻ്റെ വാതിക്കൽ നിന്ന് അലറുകയാണ്. DC, നോക്കൂ. ഞാൻ വിരൽ ചൂണ്ടി. ബംഗ്ലാവിൻ്റെ മുകളിലെ നിലയിൽ ജനാലയിലൂടെ ഒരു നിഴൽ രൂപം അകത്തേക്ക് ചാടുന്നത് ഞങ്ങൾ കണ്ടു. എൻ്റെ ഭാര്യയെയും കുട്ടികളുടെയും നിലവിളി രാത്രിയുടെ നിശബ്ദതയെ വീണ്ടും കീറിമുറിച്ചു. ആ നിമിഷം DC മുഖത്തെ ക്രോധം ഭയത്തിന് വഴിമാറി. അയാൾ റിവോൾവർ താഴ്ത്തി. ദൈവമേ, അത് ശരിക്കുള്ള കടുവയാണ്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുടുംബം, എനിക്കങ്ങോട്ട് പോകണം. ഞാൻ എൻ്റെ ഒടിഞ്ഞ കാലുകൾ വലിച്ചിഴച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഓരോ ചലനവും നരകവേദനയാണ് എനിക്ക് സമ്മാനിച്ചത്. പക്ഷേ എൻ്റെ ഉള്ളിലെ ഭയം വേദനയേക്കാൾ വലുതായിരുന്നു. ടണർ, നിങ്ങളുടെ കാലുകൾ ഒടിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് DC എന്നെ പിടിച്ചു നിർത്തി. എനിക്ക് പോയേ പറ്റൂ. അത് വെറുമൊരു കടുവയല്ല, അത് വെറുമൊരു മൃഗമല്ല. ആ സാധു എന്ന മന്ത്രവാദി അതിനെ നിയന്ത്രിക്കുകയാണ്. ഞാൻ ആക്രോശിച്ചു. കഥ പറഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ സാധു, നിഗൂഢമായ മനുഷ്യൻ, ഒരു സാധു എന്നാണ് പറഞ്ഞത്. ഞാൻ സാധുവായ മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. ഈ സാധു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരാണ്. ഞാൻ വേച്ച് ആ കുഴിയിൽ നിന്നും മുകളിലേക്ക് കയറി. ബംഗ്ലാവിൻ്റെ മുറ്റത്തെ ആ പഴയ മാവുണ്ടല്ലോ, നമ്മൾ മച്ചാൻ കിട്ടിയ ആ മാവിൻ്റെ താഴെ ആ പശുവിൻ്റെ ശരീരം ചിന്നിച്ചിതറിക്കിടക്കുന്നു. രക്തത്തിൻ്റെ ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നു. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നഷ്ടമാകുന്ന ഓരോ സെക്കൻഡും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവൻ്റെ വിലയായിരുന്നു. ബംഗ്ലാവിൻ്റെ മുൻവാതിൽ തകർന്നു കിടക്കുന്നു. അകത്ത് മുഴുവൻ ഇരുട്ടാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഞാൻ അകത്തേക്ക് തെളിയിച്ചു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ ബംഗ്ലാവിൻ്റെ ഹാളിൻ്റെ നടുവിൽ ആ സാധു ഇരിക്കുന്നു. അയാൾ ശാന്തമായി കണ്ണുകളടച്ച് എന്തോ മന്ത്രിക്കുകയായിരുന്നു. അയാളുടെ ചുറ്റിലും കടുവയുടെ കാൽപ്പാടുകൾ കാണാമായിരുന്നു. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, സാധു, നിർത്ത്. ഞാൻ എൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൾ എടുത്തുയർത്തി. അയാൾക്ക് നേരെ ചൂണ്ടി. എന്നാൽ എൻ്റെ കൈകൾ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാധു പതിയെ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, ടണർ സാഹിബ്, നിങ്ങൾ വെടിവെച്ചത് ആരെയാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? നിങ്ങളുടെ നിയമങ്ങൾ ഈ കാടിന് ബാധകമല്ല. ഇവിടെ ബലി നൽകപ്പെടുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. അത് കേട്ടതും എനിക്ക് രോക്ഷം അടക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഉള്ളത് എൻ്റെ കുടുംബമാണ്. ഞാൻ ഉച്ചത്തിൽ അലറി. അയാൾ മുകളിലത്തെ നിലയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ നിന്നും കടുവയുടെ മുരൾച്ച അപ്പം ഉയർന്നു കേട്ടു. അതിൻ്റെ കൂടെ എൻ്റെ കുട്ടികളുടെ നേർത്ത കരച്ചിലും. കടുവ ഇപ്പോൾ ഉള്ളത് എൻ്റെ കുട്ടികളുടെ മുറിയിലാണ്. എനിക്കൊപ്പം അവിടേക്ക് വന്ന DC തൻ്റെ തോക്കുമായി മുകളിലേക്ക് ഓടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സാധു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊടിയെടുത്ത് വായുവിലേക്ക് വിതറി. അതോടെ DC ചുമച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. അയാൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് നല്ലപോലെ കാണാനും കഴിയുന്നുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഇപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം പോലെ ഉച്ചത്തിൽ ഇടിക്കുവാൻ തുടങ്ങി. ആ ശബ്ദം വ്യക്തമായി എനിക്ക് കേൾക്കുവാനും കഴിയുന്നുണ്ട്. എൻ്റെ മുന്നിൽ ഇപ്പോൾ 2 വഴികൾ മാത്രമാണുള്ളത്. ഒന്നുകിൽ DCയെ രക്ഷിക്കുക, അല്ലെങ്കിൽ മുകളിലെ കൂടി എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുക. ആ ഭീകരമായ ധർമ്മസങ്കടത്തിൽ എൻ്റെ മനസ്സ് ഉലഞ്ഞാടി.
DC ഇപ്പോൾ ഇവിടെ മരിക്കുകയാണെങ്കിൽ ഞാനൊരു കൊലപാതകിയായി മുദ്ര കുത്തപ്പെടും. എന്നാൽ മുകളിലേക്ക് പോയില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നേക്കുമായി എനിക്ക് നഷ്ടമാകും. ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് DCയെ അവഗണിച്ചുകൊണ്ട് മുകളിലേക്ക് ഇഴഞ്ഞു കയറി. ഓരോ പടവുകളും കയറുമ്പോൾ എൻ്റെ ഒടിഞ്ഞ കാലിൻ്റെ എല്ലുകൾ തമ്മിൽ കൂട്ടിയുരസുന്ന ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. മുകളിലെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. നിലാവെളിച്ചത്തിൽ ആ കാഴ്ച പതിയെ തെളിഞ്ഞു. 9 അടി 4 ഇഞ്ച് നീളമുള്ള ആ കൂറ്റൻ നരഭോജിയായ കടുവ എൻ്റെ മകളുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. അതിൻ്റെ വാൽ വായുവിൽ ആഞ്ഞടിക്കുന്നു. അതിൻ്റെ നാവ്, അതിൻ്റെ ചുണ്ട് നനയ്ക്കുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിലെടുത്ത് അതിന് നേരെ ചൂണ്ടി. പക്ഷേ അത് ലോഡ് ചെയ്യുവാൻ ഞാൻ മറന്നുപോയിരുന്നു. കാരണം ആ വീഴ്ചയിൽ എൻ്റെ തിരകൾ നിറച്ച സഞ്ചി അവിടെ എവിടെയോ മിസ്സായിരുന്നുവല്ലോ. ഞാനത് മറന്നുപോകുകയും ചെയ്തു. ഇനിയും എൻ്റെ കൈവശമുള്ളത് ഒരു വേട്ടക്കത്തി മാത്രമാണ്. ആ കത്തി ഉപയോഗിച്ച് ഇത്രയും വലിയ മൃഗത്തെ നേരിടുക എന്നത് ആത്മഹത്യപരമാണ്. പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്നും ഒരു ചിരി കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. അത് എൻ്റെ ഭാര്യയായിരുന്നു. അവൾ ഭയന്നല്ല അവിടെ നിൽക്കുന്നത്. അവളുടെ കയ്യിൽ സാധുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ പൊടിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുടെ മുഖത്ത് എന്തോ നിഗൂഢമായ ഭാവം ഒളിപ്പിച്ചതുപോലെയും എനിക്ക് തോന്നി. ടണർ, നീ വൈകിപ്പോയിരിക്കുന്നു. ഈ കടുവ വിശന്നാണ് വന്നിരിക്കുന്നത്. അത് ഇന്നത്തെ രാത്രിയിൽ തേജ്പൂരിലെ ഒരു അധികാരിയെ ഇരയാക്കും, അവൾ മന്ത്രിച്ചു. എൻ്റെ തല വല്ലാതെ കറങ്ങുവാൻ തുടങ്ങി. എൻ്റെ ഭാര്യയും ഈ സാധുവും തമ്മിൽ എന്താണ് ബന്ധം? അവൾ എന്നെ ചതിക്കുകയായിരുന്നു. അടുത്ത നിമിഷം കടുവ എൻ്റെ മകൾക്ക് നേരെ ചാടാഞ്ഞാഞ്ഞു. ഞാൻ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് ആ കത്തി കടുവയ്ക്ക് നേരെ എറിഞ്ഞു. കത്തി കടുവയുടെ തോളിലേക്ക് തുളച്ചു കയറി. കത്തി കൊണ്ട് കയറിയ വേദനയിൽ കടുവ ഉച്ചത്തിൽ ഗർജിച്ചു. എന്നിട്ട് അതെൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോഴാണ് ആ വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. കടുവയുടെ കഴുത്തിൽ ഒരു ചെങ്ങലയുണ്ട്. ഇത് കാട്ടിൽ നിന്നും വന്ന കടുവയല്ല, ഇത് ആരോ വളർത്തുന്ന കടുവയാണ്. എൻ്റെ ഭാര്യയും സാധുവിനൊപ്പം ചേർന്ന് ആ കടുവയെ എൻ്റെ നേരെ അയച്ചു. കടുവ എന്നെ ലക്ഷ്യം വെച്ച് വായിലൂടെ കുതിച്ച് ചാടി. പക്ഷേ കടുവ എൻ്റെ നേരെ ചാടുന്നതിന് മുമ്പ് താഴെ നിന്നും ഒരു വെടിയൊച്ച കേട്ടു. പക്ഷേ ആ വെടിയുണ്ട കൊണ്ടത് കടുവയ്ക്കല്ല, പകരം മുകളിലെ തൂക്കുവിളക്കിനാണ്. മുറിയിലാകെ ഇരുട്ട് പടർന്നു. ഇരുട്ടിൽ ആ കടുവയുടെ ശ്വാസം എൻ്റെ മുഖത്തെറിഞ്ഞു. ആ കൂർത്ത നഖങ്ങൾ എൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. ഇരുട്ട്, ശ്വാസം മുട്ടിക്കുന്ന മരണത്തിൻ്റെ മണമുള്ള കറുത്ത ഇരുട്ട്. ആ ഇരുട്ടിൽ എൻ്റെ നെഞ്ചിൽ ആഴത്തിലുള്ള നഖങ്ങൾ ആ മാംസഭോജിയായ കടുവ ഇറക്കിയിരിക്കുന്നു. 9 അടി 4 ഇഞ്ച് നീളമുള്ള ആ വലിയ കടുവയുടെ ഭാരം മുഴുവൻ എൻ്റെ ശരീരത്തിലേക്കാണ്. എൻ്റെ വാരിയെല്ലുകൾ തകരാൻ തുടങ്ങുന്നത് എനിക്കറിയുവാൻ കഴിഞ്ഞു. അതിൻ്റെ ചൂടുള്ള ശ്വാസം എൻ്റെ മുഖത്തേക്ക് അടിക്കുവാൻ തുടങ്ങി. ഒരു വലിയ മാംസഭോജിയായ ജന്തുവിൻ്റെ വായിൽ നിന്നുമുള്ള ഉമിനീർ എൻ്റെ കഴുത്തിലൂടെ ഒഴുകി. ഞാൻ മരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആ നിമിഷം എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണർന്നു. വേദനയേക്കാൾ വലിയൊരു വികാരം എൻ്റെ ഉള്ളിൽ ആഞ്ഞടിച്ചു. അത് അതിജീവനത്തിനായുള്ള ദാഹമായിരുന്നു. ടണർ, നിന്റെ സമയം തീർന്നു. എൻ്റെ ഭാര്യയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ ആ ശബ്ദത്തിന് ഒരു വിറയലുണ്ടായിരുന്നു. അതെൻ്റെ ഭാര്യയുടെ ശബ്ദമല്ല. ആ സാധു ഉപയോഗിച്ച ആ പൊടി എൻ്റെ മസ്തിഷ്കത്തെ മരവിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാണുന്ന കാഴ്ച യാഥാർത്ഥ്യമല്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യയല്ല, മറിച്ച് കടുവയുടെ തോലണിഞ്ഞ മറ്റാരോ ആണ്. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് കടുവയുടെ തോളിലേക്ക് നേരത്തെ എറിഞ്ഞു പിടിപ്പിച്ച കത്തി വലിച്ചൂരി അതിൻ്റെ പേശികളിലേക്ക് വീണ്ടും ആഞ്ഞു കുത്തി. ആ കുത്ത് കടുവയുടെ പേശികളെ കീറി മുറിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി. കടുവ ഭീകരമായി ഗർജിച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി. അതിൻ്റെ ഗർജനം തേജ്പൂരിലെ ആ കുന്നുകളെ പോലും വിറപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. ഞാൻ കിതച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. ഒടിഞ്ഞ കാൽ എന്നെ വീണ്ടും തളർത്തി. അത് വീണ്ടും എന്നെ തള്ളിയിട്ടു. അപ്പോഴാണ് മുറിയിലെ ആ തൂക്കുവിളക്ക് വീണ്ടും കത്തിയത്. ആ തൂക്കുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ട കാഴ്ച എന്നെ തളർത്തുവാൻ പോകുന്ന ഒന്നായിരുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ DC ആണ്. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. പക്ഷേ അയാൾ അത് കടുവയ്ക്ക് നേരെയല്ല ചൂണ്ടിയിരിക്കുന്നത്, എൻ്റെ നേരെയാണ്. ടണർ, നീ എല്ലാം നശിപ്പിച്ചു, DC പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കടുവ തേജ്പൂരിലെ ജനങ്ങളെ ഭയപ്പെടുത്തുവാൻ നിർത്താനുള്ള എൻ്റെ ആയുധമായിരുന്നു. നിനക്ക് ലഭിച്ച ഈ ഭാഗ്യം നീ എന്നെ വില കൊടുത്തു വാങ്ങിച്ച ഒന്നായിരുന്നു. ആ സാധു എൻ്റെ ആളാണ്. എൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് പോലെ സത്യം തെളിഞ്ഞു. തേജ്പൂരിലെ ഓരോ കൊലപാതകവും ഓരോ മൃഗ ആക്രമണവും DCയുടെ ആസൂത്രണമായിരുന്നു.
നഗരത്തിലെ ജനങ്ങളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അധികാരം പിടിക്കുവാനുള്ള ഒരു ക്രൂരമായ കളി. ആ സാധു പറഞ്ഞ മന്ത്രങ്ങളും പൂജകളും എന്നെ ഈ കെണിയിലേക്ക് വീഴ്ത്താനുള്ള തന്ത്രങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബം? ഞാൻ ചോദിച്ചു. അവർ സുരക്ഷിതരാണ്, പക്ഷേ അവരെ നിനക്ക് ഇനി കാണാൻ കഴിയില്ല. തേജ്പൂർ നാളെ ഉണരുന്നത് സിവിൽ സർജനായ ടണൽ ഭ്രാന്തു പിടിച്ച് അവൻ്റെ ഏറ്റവും വിശ്വസ്തനായ സന്ദേശവാഹകനെ അവൻ തന്നെ കൊലപ്പെടുത്തി അവൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടുകൊണ്ടായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് DC ക്രൂരമായി ഉച്ചത്തിൽ അട്ടഹസിച്ച് ചിരിച്ചു. അതിനുശേഷം അയാളുടെ റിവോൾവർ എൻ്റെ തലയുടെ നേരെ തന്നെ ചൂണ്ടി. അയാൾ കാഞ്ചി വലിക്കുവാൻ തയ്യാറെടുത്തു. പെട്ടെന്ന് നാടകം പോലെ ഒരു സംഭവം അവിടെ അരങ്ങേറി. ജനൽ തകർത്തുകൊണ്ട് മറ്റൊരു രൂപം അകത്തേക്ക് പാഞ്ഞു വന്നു. അത് പുള്ളിപ്പുലിയായിരുന്നു. പക്ഷേ അത് എന്നെയല്ല ആക്രമിച്ചത്. അത് നേരെ ചാടി വീണത് DC നേരെയായിരുന്നു. അവൻ്റെ തോളിലേക്ക് ചാടി വീഴുകയും കഴുത്തിലേക്ക് അതിൻ്റെ നഖങ്ങൾ ആഴത്തിലിറക്കുകയും ചെയ്തു. അപ്പോഴേക്കും DC കയ്യിൽ നിന്നും തോക്ക് ദൂരേക്ക് തെറിച്ചു വീണു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ആ സാധു സാവധാനം നടന്നു വന്നത്. അയാളുടെ കയ്യിൽ ഒരു ചെറിയ വേട്ടയാളി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അയാളുടെ മുഖത്ത് ആ ഭ്രാന്തമായ ചിരിയില്ല. ടണർ സാഹിബ്, ഞാൻ പറഞ്ഞില്ലേ പൂജ കഴിഞ്ഞാൽ മാത്രമേ വേട്ട വിജയിക്കൂ എന്ന്. DC എനിക്ക് പണം തന്നിട്ടുണ്ടാകാം, പക്ഷേ കാടിൻ്റെ നിയമങ്ങൾ എനിക്കും മുകളിലാണ്. ഈ കടുവയും പുള്ളിപ്പുലിയും DC കയ്യിലെ കളിപ്പാവകളല്ല, അവർ കാടിൻ്റെ മക്കളാണ്. മുറിവേറ്റ കടുവ വീണ്ടും എഴുന്നേറ്റു. അത് DC നേരെ തിരിഞ്ഞു. തൻ്റെ യജമാനൻ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ആ മൃഗം DC ക്രൂരമായി ആക്രമിച്ചു. അയാളുടെ നിലവിളി ആ വലിയ ബംഗ്ലാവിൽ മുഴങ്ങിക്കേട്ടു. ടണർ, എന്നെ രക്ഷിക്കൂ, DC നിലവിളിച്ചു. ഞാൻ ആലോചിച്ചു, എൻ്റെ മുന്നിൽ വീണ് കിടക്കുന്ന തോക്കെടുത്ത് DC രക്ഷിക്കാം, അല്ലെങ്കിൽ അയാളെ ആ മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ നീതിബോധവും പകയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അവിടെ നടന്നത്. ഞാൻ തോക്കെടുത്തു, പക്ഷേ വെടിവെച്ചത് കടുവയ്ക്കോ പുലിക്കോ നേരെ ആയിരുന്നില്ല, മറിച്ച് ബംഗ്ലാവിൻ്റെ പ്രധാന വാതിലിൻ്റെ തടസ്സങ്ങൾ നീക്കാനായിരുന്നു. സാധു, നീ ഇവരെയും കൊണ്ട് പോകൂ, എനിക്കെൻ്റെ കുടുംബത്തെ വേണം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സാധു ഒന്ന് തലയാട്ടി. ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി അയാൾ അവിടെ നിന്നും ഇറങ്ങി. ആ ശബ്ദം കേട്ടതും ആ രണ്ട് മൃഗങ്ങൾ, ആ കടുവയും പുള്ളിപ്പുലിയും, DC ഉപേക്ഷിച്ച് അയാൾക്ക് പിന്നാലെ ആ ഇരുട്ടിലേക്ക് പോയി മറഞ്ഞു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന DC ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. സർവ്വ അധികാരവും സർവ്വ അഹങ്കാരവും ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ്. ഞാൻ വേച്ച് കുട്ടികളുടെ അരികിലേക്ക് നടന്നു. അവർ ആ കട്ടിലിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ സുരക്ഷിതരായിരുന്നു. ആ മുറിയുടെ ഒരു മൂലയിൽ എൻ്റെ ഭാര്യ ഭയന്നു വിറച്ചു നിൽക്കുന്നു. അത് ആ പൊടി നൽകിയ മിഥ്യയായിരുന്നു. അവൾ യഥാർത്ഥമായിരുന്നു. അവൾ DC തടവിലായിരുന്നു. ഞാൻ അവരെ ഒരുമിച്ച് ആലിംഗനം ചെയ്തു. അങ്ങനെ ആ തേജ്പൂരിലെ ആ രാത്രി അവിടെ അവസാനിച്ചു. പുറത്ത് സൂര്യൻ ഉദിക്കുവാൻ തുടങ്ങിയിരുന്നു. ബ്രഹ്മപുത്ര നദിയിൽ പ്രഭാതകിരണങ്ങൾ പതിക്കുമ്പോൾ തേജ്പൂർ ശാന്തമായി കാണപ്പെട്ടു. രാത്രിയിലെ ഭയാനകരമായ ഗർജനങ്ങൾ എവിടെയോ മാഞ്ഞു പോയിരുന്നു. ഞാൻ പതിയെ ബംഗ്ലാവിൻ്റെ വരാന്തയിലേക്ക് വന്നിരുന്നു. മുറ്റത്ത് ഇപ്പോഴും ആ വലിയ കടുവയുടെ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു. 9 അടി 4 ഇഞ്ച് നീളമുള്ള ആ വലിയ മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ. ആ മൃഗം തേജ്പൂരിനെ എന്നും ഓർമ്മിപ്പിക്കും. ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: കാട് ഒരിക്കലും മറക്കില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അതിന് കാടിൻ്റേതായ നീതിയുണ്ട്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.